പ്രിയമുള്ളവരെ, ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങുന്നത് കോട്ടയത്തു നിന്നാണ്. പാല ഈരാറ്റുപേട്ട വഴി വാഗമൺ പോയി തിരിച്ചു വരും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം. ജ്വാലാമുഖികളാൽ ചുറ്റപ്പെട്ട ഒരു വന്യസുന്ദരിയാണ് വാഗമൺ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും പെരിന്തൽമണ്ണ അമൃതം ആയുർവേദിക് റിസർച്ച് സെൻ്ററിൻ്റെ ഉടമസ്ഥനും പ്രമുഖ ഡോക്ടറുമായ ഡോക്ടർ കൃഷ്ണദാസാണ്. കൂടെ മറ്റൊരു സുഹൃത്ത് ഡോക്ടർ ഭാസ്കരനുമുണ്ട്. മേഘങ്ങൾ ചേക്കേറുന്ന മലനിരകളുടെ വന്യ സൗന്ദര്യം ആസ്വദിക്കാൻ കുറച്ചു നേരം റോഡരികിൽ വണ്ടി നിർത്തിയിട്ടതാണ് ഞങ്ങൾ. വാഗമൺ എത്തുന്നതിന് തൊട്ട് മുന്നിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. അതീവ ഹൃദ്യമാണ്, അതീവ മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. അങ്ങനെ പറയാൻ വലിയ ചരിത്രമൊന്നും വാഗമണ്ണിനില്ല. കാരണം നൂറ്റാണ്ടുകളായി പ്രദേശം അറിയപ്പെടാതെ കിടക്കുകയായിരുന്നു. കുറച്ച് കൃഷികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് 1926 വാൾട്ടർ ഡങ്കൻ ആൻഡ് കമ്പനി ഇവിടെ ആദ്യത്തെ വലിയ ടീ പ്ലാന്റേഷൻ തുടങ്ങിയതോടെയാണ് ഈ പ്രദേശം പുറം ലോകം കുറേശ്ശെ അറിഞ്ഞു തുടങ്ങിയത്. ഈ കുരിശുമല ആശ്രമം 1950-കളിൽ തുടങ്ങിയതോടെയാണ് സ്ഥലം പ്രസിദ്ധമായി. നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ ഇന്ത്യയിൽ കാണേണ്ട 50 പ്രദേശങ്ങളിൽ ഒന്നായി വാഗമണിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മുകൾ വരെ എത്തുന്ന ട്രക്കിംഗ് ഉണ്ട്. പക്ഷെ സമയത്തിൻ്റെയും പ്രായത്തിൻ്റെയും പരിമിതികൾ ഓർത്ത് അതിന് മെനക്കെടുന്നില്ല. 1955 ബെൽജിയംകാരനായ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഏതോ ഒരു ആന്തരിക ബോധനത്താൽ ഇവിടെ എത്തുകയും ഇവിടെ ഒരു ആശ്രമം സ്ഥാപിച്ച് പുതിയ ജീവിതം തുടങ്ങുകയും ചെയ്തു. ഇന്ന് ഇത് ആത്മീയാന്വേഷകരുടെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാണ്. കുരിശുമലയോട് ചേർന്നാണ് മുരുകൻ മലയും. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു മുരുകക്ഷേത്രം ഈ മലയുടെ മുകളിൽ കാണാം. തങ്ങൾ പാറ 800 വർഷങ്ങൾക്ക് മുമ്പ് സൂഫി വര്യനായ ഹസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാവ കണ്ടെടുത്തതാണ് ഈ മനോഹരമായ ഇടം. അദ്ദേഹത്തിൻ്റെ കൂടെ 40ഓളം അനുയായികളും ഉണ്ടായിരുന്നു എന്നാണ്. ദർഗയ്ക്ക് സമീപമുള്ള ഒരു ഉരുളൻ കല്ലുണ്ട്. അത് അദ്ദേഹം മുറുക്കാനടിക്കാൻ ഉപയോഗിച്ചതാണെന്നാണ് ഐതിഹ്യം. മെഡോസ് അഥവാ മുട്ടക്കുന്നുകൾ കാണാനാണ് അടുത്ത യാത്ര.
നൽകുന്ന ഒരു വശ്യ ഭംഗിയുണ്ട്. എത്ര നേരം ഇവിടെ നിന്നാലും തിരിച്ചു പോകാൻ തോന്നില്ല. പ്രിയ സുഹൃത്ത് കൃഷ്ണദാസ് എന്തെല്ലാമോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താണ് ചിത്രീകരിക്കുന്നതെന്ന് നമുക്കും അറിയണമല്ലോ. ഈ വീഡിയോയുടെ അവസാനം അതുകൂടി ചേർക്കാം. പ്രിയപ്പെട്ടവരെ, ഈ മൊട്ടക്കുന്നിൽ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായ മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വിശദമായ ചിത്രീകരണം നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ മൊട്ടക്കുന്നിൻ്റെ തന്നെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാം. ഈ മെഡോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റും സൂയിസൈഡ് പോയിൻറ്റുമാണ് ട്രാവലേഴ്സിനെ ആകർഷിക്കുന്ന മറ്റ് രണ്ടിടങ്ങൾ. മലംചെരുവിൽ അനേകം ഏക്കറുകളായി കിടക്കുന്ന പൈൻമരത്തോട്ടം സഞ്ചാരികൾക്ക് ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കും. പ്രധാന പാതയിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലത്തിലാണ് പൈൻ ഫോറസ്റ്റ്. വാഗമണ്ണിൽ നിന്ന് ഏലപ്പാറയിലേക്ക് പോകുന്ന റോഡിനരികിലാണ് പല പിക്നിക് സ്ലോട്ടുകളും. ഒരു കാര്യം ശ്രദ്ധിക്കണം, വാഗമണ്ണിൽ പെട്രോൾ പമ്പുകളില്ല. ഏലപ്പാറയിലാണ് അടുത്ത പെട്രോൾ പമ്പുള്ളത്. മനോഹരമായ വ്യൂസാണ് വാഗമൺ സൂയിസൈഡ് പോയിന്റിൽ നിന്നും. അടുത്തു തന്നെ പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെയുള്ള അഡ്വഞ്ചർ സ്പോർട്സിനുള്ള സൗകര്യവുമുണ്ട്. മനുഷ്യർ മരിക്കാൻ മനോഹരമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മരിക്കാൻ തീരുമാനിക്കുമ്പോൾ പോലും സൗന്ദര്യബോധം അവനെ വിട്ടുപോകാത്തതുകൊണ്ടാകാം, അല്ലേ? പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഏറ്റവും നല്ല ഉയരം കൂടിയ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ്, ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് അപകട സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് സന്ദർശകരാരും ഇവിടെ നിൽക്കരുത് എന്ന് പറയും. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു മിന്നൽ രക്ഷാചാലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും അത് സുരക്ഷിതമല്ല ഈ പ്രദേശം ഇടിമിന്നലുള്ളപ്പോൾ എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. വാഗമണിലെ മൊട്ടക്കുന്ന് എന്നറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തയ്യാറെടുക്കാം, നമുക്കൊന്ന് വിശദമായിട്ട് ഇങ്ങോട്ട് വരാം.
ഒരു ഞായറാഴ്ച വൈകുന്നേരം 3:45 വാഗമണിൽ നിന്ന് തൊടുപുഴയ്ക്കുള്ള യാത്രയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് മനോജാണ് ഇന്നോവ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മലനിരകളും പാറക്കെട്ടുകളും, മുൻപിൽ കണ്ണു കാണാത്ത കോടമഞ്ഞ്. വളരെ രസകരമായ സാഹസികമായ ഒരു യാത്രയിലാണ് ഞങ്ങൾ. ചുരമാണ്, നമുക്ക് കാണാൻ കഴിയും. വാഹനങ്ങളതാ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഈ ചുരം റോഡുകളിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അഗാധമായ കൊക്കയുണ്ട്. ഇത് കോടമഞ്ഞ്. കൃഷ്ണൻ്റെ അടുത്തുനിന്ന് ഞാൻ മൈക്ക് വീണ്ടും തിരിച്ചു വാങ്ങിയിരിക്കുന്നു. ഈ മഞ്ഞിനുള്ളിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് നമ്മൾ നൽകുന്നത്. ചുറ്റുമുള്ള മരങ്ങളും ദൃശ്യങ്ങളുമെല്ലാം ഏതോ ഒരു ചിത്രകാരൻ വരച്ചൊരു അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ് ആണോ എന്ന് തോന്നിപ്പോകും. ഒരു ഡീപ്പ് മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ് ഈ കോടമഞ്ഞ് നമുക്ക് പകരുന്നത്. എല്ലാ യാത്രകളും ഇതുപോലെ അവിസ്മരണീയങ്ങളായ സമ്മാനങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. മഞ്ഞിലേക്ക് മറഞ്ഞ് അകന്നകന്നു പോകുന്ന ഓർമ്മകൾ. പോകുന്നില്ലേ നിങ്ങളും മഞ്ഞിൻ്റെ ഈ കൂട്ടുകാരിയെ കാണാൻ? സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിലുള്ള 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആവറേജ് ടെമ്പറേച്ചർ ഈ സ്വർഗഭൂമിയിലേക്ക് യാത്രകൾ അവസാനിക്കുന്നില്ല. വീണ്ടും ഒരു യാത്രയിൽ